ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേരെന്നും സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഈ പ്രഭാതവും ദൈവത്തിൻ്റെ വലിയ നന്മകൾ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് യാത്രയിൽ ഒരുങ്ങിയിരിക്കുന്നവർ, ജോലിക്ക് പോകുവാൻ, അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കുഞ്ഞുങ്ങളുടെ യാത്ര, എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം കരുതിയില്ലെങ്കിൽ മനുഷ്യൻ്റെ കരുതൽ പോലെയല്ല സ്വർഗത്തിലെ ദൈവം നമ്മളെ കരുതുന്നത്. അവിടുത്തെ ദൂതന്മാരെ അയച്ച് സകല ദുർഘടങ്ങളിൽ നിന്നും ഹല്ലേലൂയ അവിടുന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ മതിയായ ദൈവമാണ് യേശു കർത്താവ്. അവിടുത്തെ ദൂതന്മാരെ അയച്ച് ഇന്ന് യാത്ര ചെയ്യുന്നവർ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ മേൽ, ജോലി സ്ഥലത്ത് എല്ലായിടങ്ങളിലും സർവശക്തൻ്റെ അത്ഭുതകരം നിങ്ങളെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നന്ദി. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം പറയുന്നു, കാലം തികഞ്ഞിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതം മാറും. നിൻ്റെ ജീവിതം പഴയതുപോലെ ആയിത്തീരുകയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം നിൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ ഇന്നും ജീവനോടെയുണ്ട്. അത് ഞാൻ തന്നെ തെളിവാണ്. ഹല്ലേലൂയ. അനേകരെ ഈ അന്ത്യനാളുകളിൽ ദൈവരാജ്യത്തിലേക്ക് ദൈവം പ്രവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സീസണിൽ ഇതാ അടുത്തൊരവസരം നിൻ്റേതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, അടുത്ത അവസരം നിൻ്റേതാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവിനൊന്ന് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കാൻ പറ്റുന്നോ? ഇന്നേക്ക് 18 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊടും പാപിയായിരുന്ന എന്നെ ആ യേശുവിൻ്റെ സ്നേഹത്താൽ നിറച്ച് പിടിക്കപ്പെട്ട് യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി എൻ്റെ ഹൃദയത്തിൽ അഴുക്കുകളെല്ലാം മാറ്റി. ഹല്ലേലൂയ. 18 വർഷമായി ഞാൻ യേശുവിനെ സേവിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. അവൻ മാത്രമാണ് ജീവനോടെ ഇരിക്കുന്നവൻ. അവൻ്റെ കല്ലറ മാത്രമാണ് ഇന്നും തുറക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ കണ്ടുപിടിച്ച പല ദൈവങ്ങളെയും ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അതിന് സംസാരിക്കുവാൻ പറ്റില്ല, അതിന് ചെവി ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നീ പറയുന്നതും നീ സംസാരിക്കുന്നതും കേൾക്കുവാൻ, ഹല്ലേലൂയ, നിന്നെ കാണുവാനും കണ്ണുണ്ട്, അതുപോലെ ചെവിയുണ്ട്, അതുപോലെ ഇന്നും ജീവിക്കുന്നൊരു ദൈവമാണ് യേശു കർത്താവ്. അതുകൊണ്ട് ചേർന്നൊന്ന് യേശുവിനെ ആരാധിക്കാൻ പറ്റുമോ? കൊടും പാപിയായിരുന്നെന്നെ